ഇന്ന് നമ്മൾ 3 മാസം തൊട്ട് 6 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കിടാവുന്ന ഒരു കുട്ടിയുടുപ്പാണ് തയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ഷോൾഡർ പോയിന്റ് ആണ് മാർക്ക് ചെയ്യുന്നത്. അത് ഞാനൊരു 3.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കഴുത്തകലമാണ്, അത് 1.5 ഇഞ്ചാണ്. കഴുത്തിറക്കം വന്നിട്ട് 2 ഇഞ്ചുമാണ്. ഇനി നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ച ഷോൾഡർ പോയിന്റിന് താഴത്തോട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ പോയിന്റും നമ്മുടെ നെക്ക് ഡെപ്ത് ലൈനുമായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇനി ആ പോയിന്റിൽ നിന്ന് താഴത്തോട്ട് വീണ്ടും ഒരു 3.5 ഇഞ്ച് കൊടുക്കുക. നമ്മൾ ഷോൾഡർ പോയിന്റ് എത്രയാണ് കൊടുത്തത് അത് തന്നെയാണ് നമ്മുടെ ആം ഹോൾ ഡെപ്ത് ആക്കിയും കൊടുക്കുന്നത്. ഇനി നമ്മുടെ ചെസ്റ്റ് സൈസ് ആണ്, അത് ഞാനൊരു 4.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ 13 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഈ 13 ഇഞ്ച് ഒരു ഊഹക്കണക്കാണ്. നിങ്ങൾക്ക് കറക്റ്റ് ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ മെഷർ ചെയ്ത് അങ്ങനെ കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇനി നമ്മുടെ ചെസ്റ്റ് ലൈനും ഈ ഹെം ലൈനും ഒന്ന് കണക്ട് ചെയ്തെടുക്കുക. ഫ്രോക്കിന് താഴെ ഞാൻ കുറച്ച് ഫ്രിൽസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു 3 ഇഞ്ച് വീതിയിൽ നമ്മുടെ ഹെം ലൈനിന് മുകളിലോട്ട് മാറ്റി ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഫ്രോക്കിൻ്റെ സൈഡ് തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം വരച്ച ലൈൻ ഉണ്ടല്ലോ, അതിന് സൈഡിലോട്ട് കാണുന്ന ലൈനിൽ 1 ഇഞ്ച് ഒന്ന് കയറ്റി മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളൊന്ന് കേർവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഫ്രോക്കിന് ഞാൻ കഴുത്ത് ഒരു റൗണ്ട് ഷേപ്പാണ് കൊടുക്കുന്നത്. അത് നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ആം ഹോൾ ഡെപ്തിൻ്റെ സെൻറ്റർ പോയിന്റ് ഇനി കണ്ടുപിടിക്കുക. ആ പോയിന്റിൽ നിന്ന് ഒരു 0.25 ഇഞ്ച് നമ്മൾ അകത്തോട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ പോയിന്റ്സ് കണക്ട് ചെയ്ത് നമ്മുടെ ആം ഹോൾ ഡെപ്തും ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്യണം. ഞാനിവിടെ ഫാബ്രിക്കായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് ക്രേപ്പ് മെറ്റീരിയൽ ആണ്. നിങ്ങൾ ക്രേപ്പ് മെറ്റീരിയൽ എടുക്കണമെന്നില്ല. ഇതേപോലെ നല്ല പ്രിന്റഡ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലത് കേട്ടോ. അങ്ങനെ നമ്മളിത് ഫ്രണ്ട് ബോഡീസും ബാക്ക് ബോഡീസും ട്രേസ് ചെയ്തെടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. ബാക്ക് ബോഡീസിൽ കഴുത്ത് ഞാനൊരു 1.5 ഇഞ്ച് കയറ്റിയാണ് ഷേപ്പ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഈ ഒരു ഫ്രോക്കിൽ ഞാൻ യോക്ക് പാർട്ടിൽ ഒരു ലേസ് ഡിസൈൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മുടെ പാറ്റേൺ പേപ്പർ എടുക്കുക. അതിൽ ഷോൾഡറിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുക. ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഓൾറെഡി വരച്ച കഴുത്തുണ്ടല്ലോ, ആ കഴുത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതേപോലെ കുറച്ച് ഡിസ്റ്റൻസ് താഴത്തോട്ട് മാറ്റിയിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഷേപ്പ് ചെയ്ത പാറ്റേൺ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നമ്മൾ ഫാബ്രിക്കിലോട്ട് വീണ്ടും ട്രേസ് ചെയ്തെടുക്കുക. ട്രേസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തയ്യൽ തുമ്പും കൂടി ഇടാൻ മറക്കില്ല കേട്ടോ. ഇനി നമ്മൾ ലേസ് എടുക്കുകയാണ്. ഈ ലേസിൽ ഞാൻ ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. പ്ലേറ്റ്സ് നമ്മൾ ഒത്തിരി അടുപ്പിച്ചടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്യണമെന്നില്ല. ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫാബ്രിക്കിൻ്റെ ടോട്ടൽ ലെങ്ത് ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. എനിക്കിവിടെ കിട്ടുന്നത് ഒരു 14.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ പ്ലേറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന ലേസിൻ്റെ ലെങ്ത്തും ഇതേ 14.5 ഇഞ്ചായിരിക്കണം. ഇനി നമ്മൾ ആ ഫാബ്രിക്കിന് പുറത്തോട്ട് ലേസ് ഇതേപോലെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ഫ്രണ്ട് ബോഡീസിൽ യോക്ക് ഡിസൈൻ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് ബോഡീസും ബാക്ക് ബോഡീസും രണ്ടിൻ്റെയും ഷോൾഡേഴ്സ് തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് നമ്മൾ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലാണ് തയ്ച്ചെടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ നല്ല വശത്തോടെ ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം തുണി തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇനി ഈ ഫ്രോക്കിൽ ഞാൻ സ്ലീവ് റഫിൾ സ്ലീവ് ആണ് കൊടുക്കുന്നത്. അതിനായിട്ട് സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത് ഒരു 15 ഇഞ്ച് എടുക്കുക. വീതി വന്നിട്ട് ഒരു 2.5 ഇഞ്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത് ഞാൻ 5 ഇഞ്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. റഫിൾ സ്ലീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഗ്യാദേഴ്സ് വേണം. അതുകൊണ്ട് 5 ഇഞ്ചിൻ്റെ 3 ഇരട്ടി എടുക്കുക. അങ്ങനെയാണ് 15 ഇഞ്ച് ലെങ്ത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ റഫിൾ സ്ലീവിന് കൊടുക്കുന്ന ഷേപ്പ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴ്ഭാഗം ഒന്ന് മടക്കിയടിക്കുക. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് നമ്മളൊരു ലൂസ് സ്റ്റിച്ചും കൂടി കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ചാണ്. അപ്പോൾ ആ 5 ഇഞ്ചിലോട്ട് നമ്മൾ ഈ റഫിൾസിനെ റിഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. അപ്പം അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 2 സ്ലീവും നമ്മുടെ ഫ്രോക്കിനകത്തോട്ട് അറ്റാച്ച് ചെയ്യുകയാണ്. അപ്പം അതിനായിട്ട് നമ്മൾ ഫ്രോക്കിൻ്റെ ഷോൾഡർ പോയിന്റിൽ നിന്ന് 2 വശത്തോട്ടും ഞാനൊരു 2.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 പോയിന്റ്സിനുള്ളിലായിരിക്കണം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ടത്. ഈ ഫ്രോക്കിൽ നമ്മൾ ലൈനിങ് ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ സ്ലീവും കഴുത്തും എല്ലാം നമ്മൾ ക്രോസ് പീസ് വെച്ചാണ് ഫിനിഷ് ചെയ്യുന്നത്. അതിനായിട്ട് 1.25 ഇഞ്ച് വീതിയിൽ ഞാൻ 2 ക്രോസ് പീസാണ് കട്ട് ചെയ്തേക്കുന്നത്. ക്രോസ് പീസ് വെച്ച് എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്നെല്ലാം നിങ്ങൾക്കറിയാലോ. ആദ്യം നമ്മളൊരു 1/4 ഇഞ്ചിൽ ഒന്ന് തയ്ച്ചെടുക്കുക. അതിനുശേഷം ചെറിയ ചെറിയ കട്ട്സ് സ്ലീവിൽ നമ്മൾ കൊടുക്കുക. അതിനുശേഷം ബാക്കി വരുന്ന തുണി ഇതേപോലെ നമ്മളൊന്ന് മടക്കി അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കുക. അങ്ങനെയാണ് നമ്മൾ ക്രോസ് പീസ് വെച്ച് തയ്ക്കുന്നത് കേട്ടോ. ഈ ഫ്രോക്കിൽ നമ്മൾ ബാക്കിൽ സിപ്പ് പിടിപ്പിക്കുന്നില്ല, അതിന് പകരം ചെറിയൊരു ഓപ്പണിംഗ് ആണ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു 5.5 ഇഞ്ച് നീളത്തിൽ നമ്മൾ ബാക്കിൽ ഒരു കട്ട് കൊടുക്കുന്നുണ്ട്. അവിടെയും നമ്മൾ ഇതേപോലെ തന്നെ 1.25 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് വെച്ച് നമ്മളൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കഴുത്തും നമ്മൾ ക്രോസ് പീസ് വെച്ച് തന്നെയാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മൾ ഷോൾഡർ എങ്ങനെയാണോ തയ്ച്ചെടുത്തത് അതുപോലെ തന്നെ നമ്മൾ ഫ്രോക്കിൻ്റെ സൈഡും തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് കാണാതെ നല്ല നീറ്റായിട്ട് തന്നെ അങ്ങനെ തയ്ച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഫ്രോക്കിന് താഴെ പ്ലീറ്റ്സ് കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതിനായിട്ട് നമ്മളൊരു 3.5 ഇഞ്ച് വീതിയിൽ ഒരു തുണി കട്ട് ചെയ്തെടുക്കുക. നീളം വന്നിട്ട് നമ്മൾ ഇതേപോലെ ഫ്രോക്കിൻ്റെ താഴ്ഭാഗം മെഷർ ചെയ്ത് നോക്കുക. നമുക്കൊരു 14.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു 3 ഇരട്ടി അല്ലെങ്കിൽ 4 ഇരട്ടി ആയിരിക്കണം നിങ്ങൾ നീളം എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇട്ടൊന്ന് തയ്ച്ചെടുക്കുക. തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഫ്രോക്കിൻ്റെ താഴ്ഭാഗമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക.